അമ്മയുടെ ഏകമകൻ ദൈവവിളി സ്വീകരിച്ച സന്യാസ വൈദികനായി. പക്ഷേ അമ്മയെ ഇനി ആര് നോക്കും എന്ന മകൻ്റെ വിഷമം ദൈവം മനസ്സിലാക്കി. ദൈവം അമ്മയെ വിളിച്ചു. അമ്മ വിളി കേട്ട് ജോലി ഉപേക്ഷിച്ച് മഠത്തിൽ ചേർന്ന് കന്യാസ്ത്രീയായി. ഫാദർ ജോനാസ് മാഗനോ ഒലിവേറ എന്ന ബ്രസീലിലെ പുരോഹിതൻ്റെ ജീവിതം ഇങ്ങനെയാണ്. മകനും അമ്മയും ഒരേ സന്യാസ കുടുംബത്തിലാണെന്നതും രണ്ടുപേരും അടുത്തടുത്താണ് എന്നതും ഒരേ കാര്യസമുള്ള സഭകളിലാണ് സേവനം ചെയ്യുന്നതെന്നതുമാണ് അതിനേക്കാൾ അതിശയകരം. മകൻ സന്യാസത്തിനായി തിരഞ്ഞെടുത്തത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദ ഇൻകാർണേറ്റ് വേൾഡ് എന്ന സഭയായിരുന്നു. അതേ സഭയുടെ വനിതാ വിഭാഗത്തിലാണ് അമ്മ ചേർന്നതും. ഏതായാലും അമ്മയുടെയും മകൻ്റെയും ദൈവവിളിയുടെ കഥ ആയിരങ്ങൾക്കാണ് പ്രചോദനമായത്. സന്യാസ ജീവിതം സ്വീകരിക്കുവാനുള്ള ആഗ്രഹം തൻ്റെ ഹൃദയത്തിൽ മുട്ടിട്ടത് 8 വയസ്സുള്ളപ്പോഴായിരുന്നുവെന്നാണ് ഫാദർ ജോനാസ് പറയുന്നത്. അമ്മയോടൊപ്പം ദിവസവും പങ്കെടുത്ത ദിവ്യബലികളിൽ നിന്നായിരുന്നു അത്. ഇടവകയിലെ വൈദികരുടെ ആത്മാർത്ഥതയും തീക്ഷ്ണതയുമാണ് ദൈവവിളി സ്വീകരിക്കുവാൻ മറ്റൊരു പ്രചോദനം. മകൻ്റെ വൈദികനാകുവാനുള്ള ആഗ്രഹത്തെ അമ്മ ആദ്യം പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. പക്ഷേ ജോനാസിനത് തീക്ഷ്ണമായ ആഗ്രഹം തന്നെയായിരുന്നു. അത് തിരിച്ചറിഞ്ഞ അമ്മ ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ അവനെ അനുവദിക്കുകയായിരുന്നു. ജോനാസിന് 13 വയസ്സുള്ളപ്പോഴായിരുന്നു അമ്മ സെൻറ്റ് ഇഗ്നേഷ്യസ് ലയോള സ്പിരിച്വൽ റിട്രീറ്റിന് പോയത്. കൂടെ മകനെയും കൂട്ടി. വൈദികർക്കൊപ്പമുള്ള പ്രാർത്ഥനകൾ അവൻ്റെ ദൈവവിളി തിരിച്ചറിയുവാനുള്ള അവസരമായിരുന്നു. അവൻ സെമിനാരിയിൽ പോകാൻ തീരുമാനിച്ചു. അവൻ്റെ ഒരേ ഒരു പേടി ഏക മകനായതിനാൽ അമ്മയ്ക്കാരുമില്ലല്ലോ, അമ്മയെ ആര് നോക്കും എന്നതായിരുന്നു. എന്നാൽ ദൈവത്തിന് അവൻ്റെ അമ്മയെക്കുറിച്ച് മറ്റൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതേസമയം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദി ഇൻകാർണേറ്റ് വേൾഡ് എന്ന സന്യാസ സഭയുടെ വനിതാ വിഭാഗമായ ദി സിസ്റ്റേഴ്സ് ഓഫ് ദി സെർവൻസ് ഓഫ് ദി ലോർഡ് ആൻഡ് ദ വെർജിൻ ഓഫ് മാറ്ററ അദ്ദേഹത്തിൻ്റെ അമ്മയെ അവരുടെ സഭയിൽ ചേരാൻ ക്ഷണിച്ചു. അമ്മ നേഴ്സായിരുന്നതിനാൽ ആ സന്യാസിനികളുടെ സംരക്ഷണയിലുള്ള മാനസിക രോഗികളായവരെ പരിചരിക്കുന്നതിന് അത് നല്ലതാണെന്നും ജോനാസിൻ്റെ അമ്മ തിരിച്ചറിഞ്ഞു. മകൻ മൈനർ സെമിനാരിയിൽ പോയി കഴിഞ്ഞ ഉടനെ അമ്മ കോൺവെൻറ്റിലും ചേർന്നു. കോണ്ടംപ്ലേറ്റീവ് ഓർഡറായ ആ സഭയിൽ ചേർന്ന് അമ്മ ഇപ്പോൾ ഇറ്റലിയിലാണ് കഴിയുന്നത്. 5 വർഷമായി ജോനാസ് വൈദികനാണ്. അമ്മ ഇറ്റലിയിലെ കോൺവെൻറ്റിലാണ് സേവനം ചെയ്യുന്നത്. പലപ്പോഴും നാം ദൈവവിളിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പലരും പറയുന്നു, എൻ്റെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ എൻ്റെ ദൈവവിളിക്കെതിരെയായിരുന്നു. എന്നാൽ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ലായിരുന്നു. അമ്മ എനിക്ക് കട്ട സപ്പോർട്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരേ പാതയിൽ ഈശോയോടൊപ്പം സഞ്ചരിക്കുന്നുവെന്ന് മാത്രമല്ല, ഒരേ സഭയിൽ ഒരേ ചൈതന്യത്തോടെ പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ഭാഗ്യം ആർക്കാണ് കിട്ടുക? ഫാദർ ജോനാസ് ചോദിക്കുന്നു.